നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ അഡ്വാൻസ് വിഷു ആശംസകൾ. വിഷു നാളെയാണ്, എന്നാലും ഇപ്പോഴേ വിഷു പറയാം. നാളെ നമുക്ക് വീഡിയോ ഇല്ലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. മലയാള മാസം പറയുകയാണെങ്കിൽ ഇത് ഏതോ ഒരു കണക്കി പറയുന്ന പുതുവർഷം, കാർഷിക മാസമാണ്. പുതുവർഷം എന്ന് പറഞ്ഞാൽ ചിങ്ങമല്ല ഉദ്ദേശിക്കുന്നത്, കാർഷിക മാസം. അതായത് ഈ പിന്നെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, പുതുവർഷാരംഭം എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ ഒരു എന്തോ കലണ്ടർ, എനിക്ക് അതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. കാർഷിക കലണ്ടർ നോക്കുന്നതോ അങ്ങനെ ഏതാണ്ടൊരു പുതുവർഷമാണ്. അത് നമ്മളിപ്പോൾ ഈ വിഷുബലം പറയുക എന്നൊക്കെ പറയല്ലേ, പുതുവർഷത്തിൻ്റെ പറയുന്ന പോലെ. എന്നെ കഴിഞ്ഞും ധാരാളം അറിവുള്ള ആൾക്കാരുണ്ട്, പൊട്ടത്തരങ്ങൾ ക്ഷമിക്കണേ, മുറിയറിവ് വെച്ച് പറയുക. അപ്പം ഒരു പുതുവർഷം എന്നുള്ള നില, അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഇപ്പോഴുള്ള സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം നമുക്കിന്നൊരു പുതിയ സാരിയുടെ കുറച്ച് കളക്ഷൻസ് കാണാം. അത് എന്നൊക്കെ സാരി എന്ന് ചോദിച്ചാൽ അധികമില്ല, കുറച്ച് സാരിയേ ഉള്ളൂ, എല്ലാം പല മോഡലിൽപ്പെട്ട സാരി. ഇതിപ്പോൾ നമ്മുടെ ഹാൻഡ്ലൂമിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഖാദി കോട്ടൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ഇതാണ്. അതിൻ്റെ നല്ല നീറ്റായിട്ടുള്ള നല്ല സാരി കേട്ടോ. ഇങ്ങനത്തെ സാരികൾ ഉടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ബോർഡറാണ്, ഇത് താഴത്തെ ബോർഡർ. അതിൻ്റെ ആ വീവിങ് ഉണ്ടോ, നല്ല ഭംഗി. പ്രിൻ്റ് അല്ല, ഇത് കണ്ടോ, ഇത് വീവിങ് ആണ്. ഈ ബോഡിയെ കൂടെ ഇങ്ങനെ നിറച്ചും ഒരു ഡിസൈൻ. അത് വന്നിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ്, വളരെ സിമ്പിൾ സാരിയാണ്. പക്ഷേ നല്ല ലുക്കുള്ള സാരി. സിമ്പിളായിട്ട് വെറും സിമ്പിളായിട്ട് ഉടുക്കുന്ന സാരി സിമ്പിൾ സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർക്കുണ്ട് ഫങ്ഷനൊക്കെ ആണെങ്കിൽ പോലും എന്ത് വലുതാണെങ്കിലും വലിയ തിളക്കമുള്ളത്, വലിയ ഇങ്ങനത്തെ നിറഞ്ഞു നിൽക്കുന്നതല്ല, ഇച്ചിരി വൃത്തിയുള്ള നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഫങ്ഷൻ സാരിയായിട്ടും ഉടുക്കാം, സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഉടുക്കാം. ഇതാണ് ബ്ലൗസ്. ഈ ഒരു പ്രിൻ്റില്ല, പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ വരുന്നതാണ് ബ്ലൗസ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല ഹാൻഡ്ലൂമിൻ്റെ നല്ല സ്റ്റഫും ആ ബോഡിയിലെ ആ പ്രിൻറ്റും എല്ലാം കൂടി അതിനൊരു ഒരു സ്റ്റാൻഡേർഡ്, ഒരു കുലീന ലുക്ക് തരുന്ന ഒരു സാരി, ഒരു വൃത്തിയുള്ള ഒരു സാരി. ഏത് പ്രായത്തിൽപ്പെട്ടവർക്ക് ഉടുക്കുകയും ചെയ്യാം. നമുക്കിപ്പം ഇതിൻ്റെ ബ്ലൗസ് സെയിം ആ കയ്യിൽ ആ ബോർഡർ വന്നിട്ടാണ്. ഇതിന് ചുമ്മാ ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് ഇതിനെ ഇതാക്കരുത്, അങ്ങനെ ഞാൻ പറയുള്ളൂ. എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്. ചുമ്മാ നമ്മുടെ സാധാ ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് അതിനെ ഇതാക്കരുത്. ഒന്നെങ്കിൽ അതിൻ്റെ തന്നെ ബ്ലൗസ് അയച്ചിടുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ അതിൻ്റെ കയ്യിൽ ഈ സംഭവം അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇടുക. അതങ്ങനെ കോട്ടൺ ഉള്ളതാണ്. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ഒരു തേര് പോലെ. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു സംഭവമല്ല, വേറെ ഡിസൈൻ. അത് ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ ഡാർക്ക് മെറൂണോ മെറൂൺ. എന്താണ് വന്നിട്ട് ഇങ്ങനെ ബോഡിയെ നിറച്ചും ഈ ഒരു പ്രിൻ്റ് ഉണ്ട്. ഈ ഡിസൈൻ കാണാമോ ബോഡിയല്ലേ, നല്ലപോലെ കാണാമോ? എടുത്ത് നിൽക്കുന്നില്ല, എന്നാൽ പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണുകയും ചെയ്യാം. ഭയങ്കരമായിട്ട് അങ്ങ് എടുത്ത് തെറിച്ച് നിൽക്കുന്നുമില്ല, പക്ഷെ നമുക്ക് കാണുകയും ചെയ്യാം. മുകളിലത്തെ ബോർഡർ ചെറിയ ബോർഡറാണേ, കണ്ടോ. സാരി ഉടുത്തൊക്കെ വെച്ചാൽ അവിടെ അങ്ങ് ഇരിക്കും. നല്ല കോട്ടൺ സാരി ഉടുത്തിട്ട് നല്ല പ്ലീറ്റ്സൊക്കെ അങ്ങ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നാ രസമാണ് കാണാനല്ലേ. നല്ലൊരു പേളുമാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. ഇത് ഞാനൊരു വെറൈറ്റി ഡിസൈനർ സാരി കാണിക്കുക. ഇത് ഞാൻ എങ്ങനെ കാണിക്കും എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമില്ല, എങ്കിലും ഞാൻ കാണിക്കാതെ പറ്റത്തില്ലല്ലോ, ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബ്ലൗസിനുള്ള കട്ടിങ് അല്ല, ഇത് ചെയ്ത് തന്നെ വെച്ചിരിക്കുക. ആദ്യം അവിടെ കാണിക്കാം. ഇത് ഡിസൈനർ ബ്ലൗസാണ്. ഇങ്ങോട്ട് നോക്ക്, ഇതുണ്ട് ബ്ലൗസ് കട്ട് ചെയ്യേണ്ട ആ ഒരു സംഭവം. ഇത് നമ്മുടെ അളവിനനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. ബാക്ക് നെക്കിലും ഈ ഒരു ഡിസൈൻ വരും, ഫ്രണ്ട് നെക്കിലും ഈ ഒരു ഡിസൈൻ, ഫ്രണ്ട് പോർഷനിലും ഈ ഒരു ഡിസൈൻ വരും, ബാക്ക് പോർഷനിലും ഈ ഒരു ഡിസൈൻ വരും. കൈയുടെ ഭാഗവും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കണ്ടോ, കട്ട് ചെയ്തല്ല, ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. ഇത് അടിച്ചു പിടിപ്പിച്ചേക്കുന്നല്ല, ഇതേ കൂടെ ഇങ്ങനെ വിട്ടാൽ മതി. ആ വെട്ടാനുള്ള ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന കൈ ഇങ്ങനെ വരും.
2 വർഷത്തെയും കൈ ഇങ്ങനെ കൈ നിറച്ചും ഇത് വരും. ഇതൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ മാറ്റം നമുക്ക് വരുത്താം. നമുക്ക് എളുപ്പത്തിനുള്ള ഒരു സംഭവമായിട്ട് ചെയ്തിരിക്കുന്ന. പിന്നെ സാരിയുടെ ബോഡി മുന്താണി ഇങ്ങനെ എന്താ ഈ ഡിസൈനാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ബോട്ട് നെക്കൊക്കെ തയ്ക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ വരുന്നത്. ബോട്ട് നെക്കല്ല തയ്ക്കുന്നത്, നമ്മൾ സാധാരണ ഫ്രണ്ട് ഓപ്പൺ നെക്കാണ് തയ്ക്കുന്നത്. ഇനി അതങ്ങ് വെട്ടിപ്പൊക്കോളൂ. ഇത്രയും ഭാഗത്തൊരു ചെറിയ ഒരു ഡിസൈൻ നിൽക്കുന്നേ ഉള്ളൂ. അത് സാരിക്കുള്ളിലായി പോകും. അതിനെപ്പറ്റി ബോധറാകണ്ട. ബാക്കിലും കയ്യിലും നല്ല വർക്ക് ചെയ്ത ഒരു ബ്ലൗസ് കിട്ടും. ഇത് മുന്താണി. ഇനി വേറൊരു പോർഷൻ എന്ന് പറയുന്നത് എനിക്കത് കാണിക്കാം. ഈ ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തില്ലേ ഇവിടെ വരും ഈ ഒരു പോർഷൻ. അതിൻ്റെ ഒരു പടം ഞാൻ കാണിച്ചു തരാം. പിന്നെ മൊത്തം അഴിക്കേണ്ടി വരും കാണിക്കണമെങ്കിൽ. അത് ഒരു കാണിച്ച് ബലിപ്പിക്കണമെങ്കിൽ. ഇതുണ്ടോ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് വരും. ഡിസൈനർ സാരിയൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പർ സാരിയാണ്. ഇത് ഇപ്പുറത്തും പോയിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് വരും ഈ ഒരു ഡിസൈൻ. ഇതിപ്പം വേറൊരു മോഡലായിട്ട് അവർ ബ്ലൗസ് ഒക്കെ തയ്ച്ച് അങ്ങനെ അത് നിങ്ങൾ നോക്കണ്ട. സാരിയെ നോക്കിയാൽ മതി. സാരി ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണത്തില്ല. ഇതുണ്ട് ഇവിടെ ആ ഒരു ബോഡിയിലോട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഡിസൈൻ, ഇവിടെ ഒരു ഡിസൈൻ, മുന്താണി ഇങ്ങനെ, ബ്ലൗസിൻ്റെ കൈ ഇങ്ങനെ. ഈ ഒരു സാധനം തന്നെ ബ്ലൗസിലും വരും. നല്ല വെറൈറ്റി ഒരു ഫങ്ഷൻ വെയർ സാരി ആയിട്ട് നമുക്ക് ഉടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ സെറി ബോർഡറുമായിട്ട്. ചന്ദേരി സിൽക്കാണ് മെറ്റീരിയൽ. ഒരു പക്ക ഡിസൈനർ സാരി. ബ്ലൗസൊക്കെ തയ്ക്കാൻ ചെറുതായിട്ടെങ്കിലും അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ തയ്ക്കാം. കാരണം അത്രയും വരെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാരി അഴിച്ച് മൊത്തം ഇതാക്കിയേ. നമ്മുടെ പ്രിൻറ്റഡ് സിൽക്കിൽ വരുന്ന ഈ മോഡൽ സാരി ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു കളർ ചാർട്ടല്ല കളർ ഷെയ്ഡ് വന്നപ്പോൾ കാണിച്ചതേ ഉള്ളൂ. നല്ല സുഖമാണ്, സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനൊരു ബോർഡർ സാധാരണ തോന്നും, പക്ഷെ നല്ല എടുപ്പുള്ള ഒരു ഫങ്ഷൻ വേറെ സാരി ആയിട്ട് കൊടുക്കാം. മുന്താടി വന്നിട്ട് ഇങ്ങനെ ബാട്ടിക് പ്രിൻ്റും ഒക്കെ ആയിട്ട് ഉണ്ട്. ഇപ്പോൾ കളർ വന്നിട്ട് ഇത് നേവി ബ്ലൂ ആണ് അല്ലേ, ഡാർക്ക് നേവി ബ്ലൂ. ബ്ലാക്ക് ആണോ എന്ന് ഡൗട്ട് തോന്നുന്ന രീതിക്കുള്ള നേവി ബ്ലൂ. ബ്ലൗസ് ദേ ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെയും ചെറിയ ബുട്ട വരുന്ന ബ്ലൗസ്. ബോഡി ഇങ്ങനെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് സോഫ്റ്റാന്ന് വെച്ചാൽ ഫ്ലോയി അല്ല, നമ്മുടെ പ്രിൻറ്റഡ് സിൽക്കാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു കോട്ടൻ്റെ ഒരു സോഫ്റ്റ് കോട്ടൻ്റെ അല്ലെ മൽമൽ കോട്ടൻ്റെ ഒക്കെ ഒരു സ്റ്റഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും സോഫ്റ്റാണ്. നമുക്ക് പിടിച്ചെവിടെ കിടക്കുന്നോ അവിടെ തന്നെ കിടക്കും. ഇങ്ങനൊരു ബോർഡറൊക്കെ ആയിട്ട് സിമ്പിൾ സാരിയാണ്. ഞാൻ മുമ്പെയാണ് ഇന്നലെയാണ് ഏതോ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏത് സമയത്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ഈ ഹെവി ആയിട്ടുള്ള കളറിലൊക്കെയുള്ള ഫങ്ഷൻ വെയർ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാരി. ഇനി നമ്മളുടെ ഷിഫോൺ സാരി കേട്ടോ, ഡിസൈനർ സാരി ഷിഫോൺ. ഇതിന് ബ്ലൗസ് ഇല്ല, ഇതിനകത്താണല്ലോ ബ്ലൗസ് അല്ലേ. ഓ എൻ്റെ എനിക്ക് വയ്യ കേട്ടോ, ഞാൻ മടുത്ത് എന്നെക്കൊണ്ട് തന്നെ. ഇത് ഷിഫോണാണോ ജോർജറ്റാണോ? ജോർജറ്റ് അല്ലേ. അപ്പോൾ തനി ഷിഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജോർജറ്റ് മിക്സ് ആട്ടോ. ഷിഫോൺ തനിയെന്ന് പറയാൻ പറ്റത്തില്ല. ബ്ലൗസ് ഇത് തന്നെയാണ്. ഇതാണ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. ഒന്നുമില്ല, ആ ഒരു കളറിൽ ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെ ഒരു ബുട്ട പോലെ വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സാരിയുടെ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു നിറച്ചും ഇങ്ങനെ ഒരു ത്രെഡ് പോലെ ചെയ്ത് വെച്ചിരിക്കുക. സിമ്പിൾ സാരിയാണ്, പക്ഷെ ഒരു വൃത്തി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാസിലൊക്കെ പിടിപ്പിച്ച് ഒന്നുമില്ല. എന്നിട്ട് ഇത് ഫുള്ളുണ്ട്, ഈ ഒരു സംഭവം ഫുള്ളുണ്ട്. ഇവിടെയോട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ താഴ്ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. അറിയാലോ, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മൊത്തം ഉണ്ട്, ബോഡിയെ മൊത്തം ഉണ്ട്. ഈ നമ്മുടെ പ്ലീറ്റ്സ് കുത്തി ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ വരുമ്പം അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വെച്ച് ഉള്ളൂ. ഈ ഒരു ഡിസൈൻ അല്ല, ഈ ഒരു ഇത് ഡിസൈൻ എന്നും പറയാൻ പറ്റത്തില്ല, പ്രിൻ്റ് എന്നും പറയാൻ പറ്റത്തില്ല. ഇത് സ്റ്റിച്ചിങ്ങാണ് അല്ലേ, വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ വർക്ക് ചെയ്തിരിക്കുമോ ഇങ്ങനെ കണ്ടോ.
ഒരു സാരിയുടെ പ്ലെയിൻ സാരി എടുത്തിട്ട് അവത്തേൽ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് അവിടെ ഇവിടെ എല്ലാമായിട്ട് സീക്വൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് സാരി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാം. സ്കേർട്ടും ടോപ്പും ഒക്കെ ആക്കി വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. നല്ലൊരു ലാവണ്ടറിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഇതെല്ലാം പേസ്റ്റൽ ചാർട്ടാണേ. ഇതൊരു ഡസ്റ്റി ബ്ലാക്ക് എന്ന് പറയും, ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ബ്ലാക്ക് എന്ന് ബ്ലാക്കാണോ? ഇതൊരു കളറാണ് കേട്ടോ, ഒരു വല്ലാത്ത കളർ. ബ്ലാക്ക് അല്ല, ഗ്രേയുടെ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ കളർ. ഗ്രേയുടെയോ ബ്ലാക്കിൻ്റെയോ, ഗ്രേയുടെ തന്നെ വേറൊരു ചാർട്ട് അല്ലേ, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണത്. അടുത്തത് ഇങ്ങനെ നല്ല പറ്റിക്കിടക്കും, നല്ല ഒതുങ്ങിക്കിടക്കും, നല്ല വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടുകയും ചെയ്യാം. നല്ല പീച്ച്, നല്ല പീച്ച്. പേപ്പർ കാരണമേ കാണിക്കാൻ പറ്റുന്നില്ല, ശരീരത്തോട്ടിട്ട് ഇതിങ്ങനെ കാണിക്കും. അപ്പോൾ നല്ലത് അല്ലെ, ആ പേപ്പറിനെ മൊത്തം അകത്തുനിന്ന് വലിച്ചു കൂരണം. നല്ലൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ, അതാണ് ഇത്. അടുത്തത് ഗ്രേയുടെ അടിപൊളി ഒരു ഷെയ്ഡ്. ഈ പേസ്റ്റൽ കളറുകളാണ് അതിൻ്റെ, സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ആ പേസ്റ്റൽ ഷെയ്ഡാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആ ഒരു കളറും അത്രയും പറ്റി ശരീരത്തോട് നല്ല ഇതായിട്ട് ചേർന്ന് കിടക്കുന്ന പ്ലീറ്റ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ, എന്നിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് ബ്ലൗസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലുള്ള അതേ ഇപ്പോൾ വൈറ്റൊക്കെ ഉള്ള മുത്തുമാലയോ ഒക്കെ ഇടുവാണെങ്കിൽ വേറൊരു ലുക്ക് കിട്ടും എന്ന് പറയുന്നത് വിദ്യ ബാബു. ഞാൻ എൻ്റെ ഓരോ ഒപ്പീനിയൻ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നാളും ആരാണ്ട് പറഞ്ഞ പോലെ എന്നെ അവർക്കറിയാം, നമ്മളെന്നെ ലോകത്താരും സജഷൻ ഒന്നും പറയത്തില്ല. അങ്ങനെയാണ് ജീവിക്കുക. അതെന്തോ ഒരു ജീവിതം അല്ലേ. എല്ലാവരോടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും പറയണം, മറ്റുള്ളവർ പറയുന്നത് നമ്മളും കേൾക്കണം. അല്ലാതെ അവർക്കെല്ലാം അറിയാം, ഞാനൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. ഇത് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ ഓർക്കുവേ, അങ്ങനെയില്ല. ഇപ്പോൾ ജനം പലവിധം, അത്രേ ഉള്ളൂ എൻ്റെ ചിന്താഗതി. ഡാർക്ക് ഗ്രേ, ഇത്രയേ ഉള്ളൂ. ഇനി ഇച്ചിരി കുഞ്ഞു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. വിഷുവൊക്കെ അല്ലേ, എല്ലാവരും ഭയങ്കര ബിസിയൊക്കെ ആയിരിക്കുമല്ലോ. വിഷുവിന് എന്നെ വിളിക്കുന്നില്ലേ, വിഷു കൈനീട്ടം തരുന്നില്ലേ? വിഷു കൈനീട്ടം തരണ്ടേ? കാഞ്ഞിരപ്പള്ളിക്ക് വരുവാണെങ്കിൽ വിഷു എന്നെ വർത്താനമല്ലേ, കാഞ്ഞിരപ്പള്ളിക്ക് വരുവാണെങ്കിൽ വിഷു കൈനീട്ടം തരാം. ഞാൻ വിഷു കൈനീട്ടമായിട്ടൊരു സാധനം തരാം. ഒരു 1-2 മാസം, കുറച്ച് ദിവസങ്ങളായി ഞാനും വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അപ്പ ദൈവത്തിൻ്റെ ആ സമയം വരുന്നത് എപ്പോഴാണോ, ഞങ്ങളുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയം. അത് തമ്പുരാൻ്റെ സമയമാണല്ലോ സമയം, നമ്മുടെ സമയമല്ലല്ലോ സമയം. ആ സമയമാകുമ്പോൾ വന്നോളൂ. ഈ പണികളെല്ലാം തീർന്ന് വരാൻ സമയമെടുക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിഷു ആശംസകൾ. താങ്ക് യു.